ഇനി കോഴിക്കോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വൻ ലഹരിമരുന്ന് ശേഖരമാണ് നശിപ്പിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് സിറ്റി പോലീസ് പിടിച്ചെടുത്ത വൻ ലഹരിമരുന്ന് ശേഖരമാണ് ഇത്തരത്തിൽ നശിപ്പിക്കുന്നത്. 52 കേസുകളിലായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. കോഴിക്കോട് സിറ്റി DHQവിൽ വെച്ചാണ് ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിക്കുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ, ഈ നാട് നീളെ നടന്ന് നമ്മുടെ പോലീസും എക്സൈസും എല്ലാം അത്രയേറെ രാസലഹരി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യുകയാണ് പോലീസ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇങ്ങനെ കത്തിച്ച് നശിപ്പിച്ച് കളയുകയാണ് ഇപ്പോൾ ലഹരി. അങ്ങനെ തന്നെയാണ് വേണ്ടതും. വിവരങ്ങൾ പറഞ്ഞോളൂ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പരിധിയിലും കോഴിക്കോട് ജില്ലയിലും വ്യാപകമായിട്ടുള്ള റെയ്ഡുകളാണ് നടക്കുന്നത്. കുറെ അധികം അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. മറ്റൊന്ന്, പെൺകുട്ടികളും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. കോഴിക്കോട് ജില്ലയിൽ അത്തരത്തിൽ നിരവധി കേസുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റി പരിധിയിൽ പിടികൂടിയിട്ടുള്ള ലഹരികളാണ്. അത് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. 52.178 കിലോഗ്രാം കഞ്ചാവ് ഇത്തരത്തിൽ കണ്ടെടുത്തു. അത് ഇന്ന് നശിപ്പിച്ചു. മറ്റൊന്ന് 3.285 കിലോഗ്രാം MDMA നശിപ്പിച്ചു. മറ്റൊന്ന് 997 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ ഇത്തരത്തിൽ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ 79.67 ഗ്രാം ഹെറോയിൻ ഇന്ന് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ലഹരികളൊക്കെ തന്നെ നശിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, കോഴിക്കോട് സിറ്റി പരിധിയിൽ 52 കേസുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിൽ പിടികൂടിയിട്ടുള്ള ലഹരി വസ്തുക്കളാണ് ഇന്ന് നശിപ്പിച്ചിട്ടുള്ളത്. അവസാന തരി ലഹരി വസ്തുവും കത്തി അമരുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ. സംസ്ഥാനത്ത് ഇപ്പോഴും ലഹരിവേട്ട തുടരുന്നുണ്ട്.